रामचन्द्राय रामभद्राय वेधसे रघुनाथाय नाथाय सीताया पतये नमः। पूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलम्. എന്നിട്ട് നമ്മള് വായിച്ചു നിർത്തിയ ഭാഗം കബന്ധൻ ഗന്ധർവനായിട്ട് മോക്ഷം കിട്ടുന്ന സമയത്ത് രാമലക്ഷ്മണന്മാരോട് പറയുന്നത് മതംഗാശ്രമത്തിൽ ശബരി കാത്തിരിക്കുന്നു, അങ്ങോട്ട് ചെല്ലാം, ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് അറിയാം എന്ന് പറഞ്ഞ് പോകുന്നതാണ്. അതിനുശേഷം ഇവർ ഇങ്ങനെ അന്വേഷിച്ചു പോയി മതംഗാശ്രമത്തില് ശബരിയെ കാണുന്നു. ഇപ്പൊ ശബരി ആശ്രമ പ്രവേശമാണ് പറയുന്നത്. ശബരിയുടെ ആശ്രമമല്ല, ആശ്രമം മതംഗ മഹർഷിയുടെയാണ്. അവിടെ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ശ്രീരാമദേവനെ പൂജിച്ചിരിക്കുന്ന ഗുരുനാഥന്മാരും അവിടെ പരിചാരകയായിട്ട് കൂടിയിട്ടുള്ള ഒരു ശബരതരുണി, ഒരു എന്താ പറയാ, ആദിവാസി സ്ത്രീയാണ് ഈ ശബരതരുണി എന്ന് പറഞ്ഞാൽ. അതാണ് അതിന്റെ അർത്ഥം. അവർക്ക് വലിയ തത്വജ്ഞാനമൊന്നും അറിയില്ല, അവരവിടുത്തെ ഒരു പരിചാരകയായിട്ട് ജീവിക്കുന്ന സ്ത്രീയാണ്. പക്ഷെ ഈ ഗുരുനാഥന്മാരൊക്കെ ശ്രീരാമനെ പൂജിച്ചിരിക്കുന്നൊക്കെ അവർ കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് മോക്ഷം കിട്ടി പോകുമ്പോ അവർ പറഞ്ഞു, ഇങ്ങനെ ഇവിടെ തന്നെ തപസ്സിരിക്കുക, രാമനാമം. ഈ വാൽമീകി രാമായണത്തിലും കമ്പരാമായണത്തിലും ഒക്കെ ആരാണ് രാമൻ എന്ന് പോലും മഹത്വം ഒന്നും അറിയില്ല ശബരിക്ക്. അപ്പൊ ഈ വാൽമീകിയോട് പണ്ട് ഈ രത്നാകരനോട് പറഞ്ഞ പോലെ തന്നെ രാമമന്ത്രം ജപിച്ച് ഇരിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ആ രാമമന്ത്രത്തിന്റെ ഉടമസ്ഥൻ നിങ്ങളെ തേടി എത്തും എന്ന് പറഞ്ഞിട്ടാണ് മതംഗ മഹർഷിക്ക് മോക്ഷം കിട്ടി പോകുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ശ്രീരാമനെ തന്നെ ധ്യാനിച്ചിരിക്കുന്ന രീതിയിലാണ് തുഞ്ചത്ത് ആചാര്യൻ പറഞ്ഞിട്ടുള്ളത് ശബരിയെ കുറിച്ച്. അപ്പൊ അങ്ങനെ രാമനെ പ്രാർത്ഥിച്ചിരിക്കുന്നു. അപ്പൊ ആ സമയത്ത് രാമൻ വന്നപ്പോ വളരെയധികം ഭക്തിയോടുകൂടി സ്വീകരിച്ച് പഴങ്ങളൊക്കെ കൊടുത്ത് പറയുന്നു ഈ കാര്യങ്ങള്. അപ്പൊ രാമൻ ചിത്രകൂടത്തിൽ താമസിക്കുന്ന സമയത്താണ് ഈ ബാക്കിയുള്ള ഗുരുക്കന്മാർക്കൊക്കെ മോക്ഷം കിട്ടിയതെന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ 10-12 വർഷം മുമ്പാണ് അവരൊക്കെ മോക്ഷം കിട്ടി പോയത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അപ്പോ അതിനുശേഷം ഇവിടെ രാമനും ശബരിയുമായിട്ടുള്ള ഒരു എന്താ പറയുക സംവാദമുണ്ട്. അതില് ശ്രീരാമൻ ശബരിയോട് ഈ ഭക്തി സാധന വർണ്ണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 9 വിധത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള സജ്ജന സംഘം, ഭഗവത്കഥാലാപനം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ 9 കാര്യങ്ങൾ വർണ്ണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നവവിധ ഭക്തിയായിട്ട് ഏകദേശം ബന്ധമുള്ളതാണ് എന്ന് തോന്നുന്നു. ഇതേ കാര്യം തന്നെയാണ് ആചാര്യൻ ഈ അധ്യായ അരണ്യകാണ്ഡം അവസാനിക്കുന്ന സമയത്ത് മഹേശ്വരൻ പാർവതിയോട് പറയുന്നത്. ഇതിന്റെ ഒരു സമ്മറി വളരെ ഭംഗിയായിട്ട് കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുന്ന രീതിയിലാണ് ഈ ആരണ്യകാണ്ഡം അവസാനിക്കുന്നത്. ഈ ശബരിക്ക് മോക്ഷം കിട്ടുന്നതിന് മുമ്പ് ശബരി അവിടെ ദേഹത്യാഗം ചെയ്യുകയാണ്. അഗ്നിയില് ശരീരത്യാഗം ചെയ്തുകൊണ്ട് മോക്ഷത്തെ പ്രാപിക്കുന്നു, ശ്രീരാമനെ കണ്ടുകൊണ്ട് തന്നെ. ഇപ്പൊ പോകുന്നതിന് മുമ്പായിട്ട് ശ്രീരാമനോട് പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനെ ലങ്കയില് രാവണന്റെ സന്നിധിയിലാണ് സീത ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ പോയി കഴിഞ്ഞാൽ പമ്പാസരസ് കാണാം. അത് കഴിഞ്ഞാൽ അവിടെ ഋഷ്യമുഖാചലത്തില് സുഗ്രീവനും ഹനുമാനും ഒക്കെ ഉണ്ട്, അവര് സഹായിക്കും സീതാന്വേഷണത്തിന് എന്ന് പറഞ്ഞിട്ടാണ് ശബരി ദേഹത്യാഗം ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഭാഗത്തോടു കൂടിയാണ് ആരണ്യകാണ്ഡം അവസാനിക്കുന്നത്. അപ്പൊ ആരണ്യകാണ്ഡത്തിനുള്ള പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരണ്യത്തിലാണ് എല്ലാ വേദങ്ങളും ഉത്ഭവിച്ചത്. അതേപോലെ തന്നെ എല്ലാ തത്വജ്ഞാനങ്ങളും ഒക്കെ ഉത്ഭവിച്ചത് ആരണ്യത്തിലാണ്. അതിൽ നിന്ന് ആണ് ഈ രാമനും 14 വർഷം രാമനും ലക്ഷ്മണനും സീതയൊക്കെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചതും ഈ ആരണ്യത്തിൽ തന്നെയാണ്. അത് കേകവൃത്തത്തിലാണ് ആചാര്യൻ അത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മള് കിഷ്കിന്ധാകാന്ഡത്തിലേക്ക് കടക്കുന്നു. കിഷ്കിന്ധാകാന്ഡം കാകളി വൃത്തത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. കാകളി വൃത്തം കിളിപ്പാട്ട് വൃത്തത്തിന്റെ അടിസ്ഥാന വൃത്തമാണ്. ഈ കാകളിയിൽ നിന്നാണ് ബാക്കി എല്ലാ വൃത്തങ്ങളും മാറി മാറി വരുന്നത്. ഇപ്പൊ കളകാഞ്ചി ആണെങ്കിലും നമ്മുടെ മഞ്ചരി വൃത്തമാണെങ്കിൽ പോലും കാകളിയുടെ ആദ്യത്തെ പദത്തു നിന്ന് 2ാമത്തെ വരിയിൽ 2 അക്ഷരം കുറഞ്ഞാൽ മഞ്ചരിയായി. അപ്പൊ മാത്രം 5 അക്ഷരം 3-ൽ വരുന്നോര് ഗണങ്ങളെ 8 ചേർത്തുള്ളീരടിക്ക് ചൊല്ലാം കാകളി എന്നു പേർ എന്നാണ് അതിന്റെ ലക്ഷണം. ആ കാകളി വൃത്തത്തിന്റെ ലക്ഷണമായിട്ട് പറയുന്ന 2 വരികളാണ് കിഷ്കിന്ധാകാന്ഡത്തിന്റെ തുടക്കം. ചാരിക പൈതലേ ചാരുശീലേ വരിക ആരോമലേ കഥാശേഷവും ചൊല്ലുനി എന്നാണ് നമ്മൾ ഈ വൃത്തം പഠിക്കുന്ന വരികൾ.
അപ്പൊ അതാണ് കിഷ്കിന്ധാകാന്ഡത്തിന്റെ തുടക്കം. ഇവിടെ ഹനുമൽ സമാഗമം ആണ് ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. ഈ പമ്പാ സരസ് വർണ്ണന, പമ്പാതീരം, ഈ ശബരിയാശ്രമവും പമ്പാതീരവും ഒക്കെ കേരളത്തിലാണ് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും ശരിക്കുള്ള രാമായണത്തിൽ ജോഗ്രഫി അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയല്ല. അത് ആന്ധ്രയിലോ കർണാടകത്തിലോ ഒക്കെയാണ്. അവിടുന്നാണ് നേരെ അങ്ങോട്ട് പോകുന്നത് നമുക്ക് കാണാം. പക്ഷെ നമ്മളും ഇവിടെയും സീതാർകുണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ശബരിമല എന്ന് പറഞ്ഞ ശബരിയുടെ ആശ്രമാണെന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്നു. എന്തായാലും നമുക്കും അഭിമാനിക്കാം. എങ്കിലും ഈ പമ്പ സരസ് വർണ്ണന മറ്റു രാമായണങ്ങളൊക്കെ അതിമഹത്തായി അതിവിശാലമായിട്ട് വർണ്ണിച്ചിരിക്കുന്ന ഭാഗമാണ്. പക്ഷെ ഇവിടെ ആചാര്യൻ 2-3 വരികൾ ഇങ്ങനെ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ ഈ പമ്പാ സരസിനെ കുറിച്ചൊക്കെ. അവിടെ ദൂരെ നിന്ന് ഋഷ്യമുഖാചലത്തിൽ നിന്ന് സുഗ്രീവൻ ഈ 2 വടുക്കൾ വരുന്നത് കാണുന്നു. അപ്പൊ സുഗ്രീവൻ എപ്പോഴും ഭയമുള്ളത് കൊണ്ട് ബാലിയുടെ ആൾക്കാരാണോ എന്ന് സംശയിച്ചിട്ട് ഹനുമാനെ പറഞ്ഞയക്കുന്നു അന്വേഷിച്ചു വരാൻ. അപ്പൊ ഹനുമാനും ഒരു ബ്രഹ്മചാരിയുടെ വേഷം ധരിച്ചുകൊണ്ട് രാമകൃഷ്ണന്മാരുടെ അടുത്ത് പോയി അവരോട് ആദ്യമായിട്ട് ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് നിങ്ങൾ അശ്വിനി ദേവന്മാരാണോ മറ്റു ദേവന്മാരാണോ? ഈ ഹനുമാന്റെ ഒരു വാക് ചാതുരി പ്രകടമാക്കുന്ന ഒരു രംഗമാണ്. ഇത് കണ്ടുടനെ രാമന് മനസ്സിലായി ഹനുമാന്റെ മഹത്വം. അപ്പൊ ലക്ഷ്മണനോട് പറയുന്നുണ്ട്, ഈ വടരൂപണമായി ഈ ബ്രഹ്മചാരി വേഷത്തിൽ വന്ന ആള് ഒരു നിസ്സാരക്കാരനല്ല, ഒരു മഹത് വ്യക്തിയാണ് എന്നുള്ള കാര്യം രാമന് മനസ്സിലാവുന്നു. അവർ തമ്മില് അപ്പോ രാമൻ ആരാണ് എന്ന കാര്യം ഹനുമാന് മനസ്സിലായിട്ട് ഈ രാമലക്ഷ്മണന്മാരെ സ്വന്തം തോളിലേറ്റിക്കൊണ്ടാണ് സുഗ്രീവന്റെ അടുത്തേക്ക് പോകുന്നത് ഹനുമാൻ. അപ്പൊ അവിടെ വെച്ച് ഈ രാമനും സുഗ്രീവനും തമ്മിൽ സഖ്യം ചെയ്യുന്നു. അതിന് ചില ഈ വാനന്മാരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വർണ്ണിക്കുന്നുണ്ട്. അവര് ഈ വള്ളിച്ചെടികൾ ഇല പറിച്ച് ഇട്ട് കൊടുത്താണ് ആസനത്തിൽ ഇരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഈ വാനരന്മാരുടേതായിട്ടുള്ള സംസ്കാരത്തിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വർണ്ണിക്കുന്നുണ്ട് കവി. അപ്പൊ അതിനുശേഷം അവര് സംസാരിക്കുകയും എന്താണ് പരസ്പരം. അപ്പോ ഈ സുഗ്രീവന് ലഭിച്ച കുറച്ച് ആഭരണങ്ങൾ അവരൊരു ദിവസം ഇരിക്കുന്ന സമയത്ത് ഈ 4 മന്ത്രിമാരും സുഗ്രീവൻ ഇരിക്കുന്ന സമയത്ത് ആകാശത്തിലൂടെ ഒരു രാക്ഷസൻ ഒരു സ്ത്രീയെ കൊണ്ടുപോകുന്നതും ആ സ്ത്രീ കരയുന്നതുമായിട്ട് ശബ്ദം കേട്ടു. അപ്പൊ ആ സ്ത്രീ കുറച്ച് ഒരു കിഴി എന്തൊരു സാധനം നിലത്തി കിട്ടും. അത് പോയി നോക്കിയപ്പോ കുറെ ആഭരണങ്ങളായിരുന്നു. അതെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആഭരണങ്ങൾ രാമനെ കാണിക്കുന്നു. അപ്പൊ രാമന് ഇത് സീതയുടെ ആണെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ രാമന്റെ ഒരു വിലാപം വർണ്ണിക്കുന്നുണ്ട് കവി. അപ്പൊ എന്നെ പോലെ തന്നെ നിങ്ങളും സീതയിൽ നിന്ന് പിരിഞ്ഞുവോ എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവിടെ ആചാര്യൻ രാമനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അതിനുശേഷം ഈ ബാലി സുഗ്രീവ കഥ പറയുന്നുണ്ട്. അവര് എന്തുകൊണ്ടാണ് അവർക്ക് കലഹമുണ്ടായതെന്നും ആ ദുന്ദുബി എന്ന മായാവിയായിട്ടുള്ള അസുരന്റെ കഥ നമുക്കൊക്കെ അറിയുന്ന കഥയാണ്. അപ്പൊ ആ കഥ ഇവിടെ വർണ്ണിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ശ്രീരാമന്റെ ബലം അറിയാൻ വേണ്ടിയിട്ട് ഒരു 2 പരീക്ഷണങ്ങള് പറയുന്നുണ്ട് സുഗ്രീവൻ രാമനോട്. ഒന്ന്, ഈ ദുന്ദുബിയുടെ തല അവിടെ കിടക്കുന്നതും അത് ബാലി ചുറ്റി എറിഞ്ഞപ്പോ ആ ദുന്ദുബിയുടെ യുദ്ധം വന്ന സമയത്ത് തല ഈ മതംഗാശ്രമത്തിന്റെ മുകളിൽ കൂടെ പോയി അവിടെ ചോര വീണത് കൊണ്ടാണ് ആ ഭാഗത്തേക്ക് വരാൻ പറ്റത്. അപ്പൊ ഒരു വലിയൊരു പർവ്വതം പോലെ ഒരു തല കിടക്കുന്നുണ്ട്. അപ്പൊ ശ്രീരാമൻ അത് കാലുകൊണ്ട് ചെറുതായിട്ടൊന്ന് തോണ്ടിയപ്പോഴേക്കും അത് 10 യോജന ദൂരേക്ക് പോയി വീണു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം സപ്തസാരങ്ങള് 7 മരങ്ങള് വൃത്താകൃതിയിൽ നിൽക്കുന്നുണ്ട്. അത് ഒരു ബാണം കൊണ്ട് രാമൻ എയ്ത് കാണിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ പരീക്ഷണത്തിലൊക്കെ ജയിച്ചു. അപ്പൊ അവിടെ സുഗ്രീവന്റെ ഒരു സ്തുതി ഉണ്ട്. നമ്മളൊന്നും അധികം ശ്രദ്ധിക്കാത്ത ഒരു സ്തുതിയാണ്. സുഗ്രീവനെ ശരിക്കും പറഞ്ഞാൽ ഒരു തത്വജ്ഞാനിയായി ഇനി ഒരു ബുദ്ധിമുട്ടുമില്ല, ഭയമൊക്കെ മാറിയിട്ട് ഒരു അവസ്ഥയിലേക്ക് ആയി സുഗ്രീവൻ. അപ്പൊ ഗംഭീരമായിട്ടൊരു സ്തുതിയാണ് സുഗ്രീവന്റെ. അത് കേട്ടപ്പോ രാമന് മനസ്സിലായി ഇങ്ങനെ സുഗ്രീവൻ ഇത്ര നന്നായി കഴിഞ്ഞാൽ ഇനി സീതാന്വേഷണത്തിന് ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ട് ഇവിടെ കവി തന്നെ അത് പറയുന്നുണ്ട്. മംഗലാത്മാവായ അതായത് അംഗസംഗം കൊണ്ട് കൽമഷം വേരറ്റ മംഗലാത്മാവായ സുഗ്രീവനെ തഥാ മായയാ തത്ര മോഹിപ്പിച്ചു തന്നേരം കാര്യസിദ്ധിക്ക് കരുണാചലനിധി. കാര്യസിദ്ധിക്ക് വേണ്ടി സുഗ്രീവനെ വീണ്ടും മായ കൊണ്ട് മോഹിപ്പിച്ചിട്ടാണ് സുഗ്രീവൻ പഴയപടി ആക്കിയിരുന്നത് എന്ന് ഇവിടെ കവി പറയുന്നുണ്ട്. ആ ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ നമ്മുടെ പാരായണം അവസാനിക്കുന്നത്. എന്തായാലും പുതിയ പുതിയ കഥാപാത്രങ്ങൾ, ഹനുമാനെ പോലുള്ള മഹത്തായ കഥാപാത്രങ്ങൾ വന്നു ചേരുന്ന ഒരു ഭാഗമാണ്. വളരെ സംഭവബഹുലമായിട്ടുള്ളതും നമുക്ക് എല്ലാവർക്കും മനസ്സിൽ കൊണ്ടു നടക്കാൻ പറ്റിയമായിട്ടുള്ള ഭാഗങ്ങളാണെന്ന് പാരായണം ചെയ്യാൻ പോകുന്നത്. ഹരിശ്രീ ഗണപതേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ,
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ സത്സംഗത്തിൽ ഇരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. കാരണം ഇത്തരം പ്രഭാഷണങ്ങളൊന്നും നടത്തി ശീലമില്ലാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ സത്സംഗത്തിലൊക്കെ ഇരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ദൈവ കാരുണ്യം ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് ഒരു എന്തെന്നില്ലാത്ത ഒരു സന്തോഷം, അത് നിങ്ങളെ അറിയിക്കാതെ വയ്യ. അപ്പോൾ ഇന്ന് ഇവിടെ പാരായണം ചെയ്ത ഭാഗം ഹനുമാന്റെ വരവാണ്. ഈ രാമായണത്തിലെ സർവശ്രേഷ്ഠനായ ഒരു കഥാപാത്രമാണ് ഹനുമാൻ. പക്ഷെ ഹനുമാനിലേക്ക് എത്തുന്നതിന് മുമ്പ് രാമായണത്തിന്റെ ഗതി മാറ്റിയ ഒരു സംഭവമാണ് നമ്മളുടെ മന്ഥര എന്ന കഥാപാത്രം കൈകേയിയെ നിരന്തരം പ്രേരണ ചെലുത്തി ഭരതനെ വാഴിക്കുവാൻ വേണ്ടി വളരെയധികം ആഗ്രഹിച്ച് കൈകേയിയെ നിരന്തരം വിചിന്തനം ചെയ്യിക്കാൻ വേണ്ടി അവരെ നമ്മളുടെ ഭരതനെ വാഴിക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. കൈകേയി നല്ലൊരു കഥാപാത്രമാണ്. അതേപോലെ തന്നെ മന്ഥരയും നല്ല കഥാപാത്രം. ഇവിടെ എത്രയോ യുദ്ധ രംഗത്ത് വളരെ സാമർഥ്യമുള്ള കൈകേയി ദശരഥനോടൊപ്പം യുദ്ധരംഗത്ത് പോയിട്ടുണ്ട്. ആ പോയ വേളയിൽ ഒരു സമയത്ത് തേരിന്റെ അച്ചാണി ഊരിപ്പോയി തെറിച്ചപ്പോൾ അതില് സ്വന്തം കൈവിരൽ ഇട്ടുകൊണ്ട് അത് ഊരിപ്പോകാതെ നോക്കി അത്രയും വളരെയധികം മാനസാന്ത്യം ഉള്ള ഒരു സ്ത്രീയായിരുന്നു കൈകേയി. പക്ഷെ ഇവിടെ രാമായണ ഭാഗത്ത് ഒരു കഥയുടെ രീതിയിൽ ഒരു മാറ്റം വരുന്നതിന് വേണ്ടി മന്ഥരയുടെ നാവിൽ സരസ്വതി ദേവി വിളയാടിയതാണ് അത്തരം ഒരു ചോദ്യത്തിന് കാരണമായത്. അപ്പോ നമ്മളിൽ ഉള്ള എല്ലാ നമ്മളുടെ ചെയ്തികൾക്കും ഭഗവാന്റെ ഒരു സഹായം ഇല്ലാതെ അല്ലെങ്കിൽ ഭഗവാൻ അറിയാതെ ഒന്നും നടക്കുന്നില്ലെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ആയതുകൊണ്ട് തന്നെ മന്ഥരയ്ക്ക് അടുത്ത ജന്മത്തില് ഭഗവാൻ അതിന് പകരം നല്ല രീതിയിൽ ഒരു ജന്മം കൊടുക്കുന്നുണ്ട്. അപ്പോ നമുക്ക് ഭഗവത് വിചാരങ്ങളെ കൂടെ ഇത്തരം പ്രശ്നങ്ങളെ, അതായത് നമ്മളിൽ നിത്യം വന്നു ഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളും കടന്നു പോകുന്നതിന് ഭഗവത് ചിന്തകളിൽ കൂടെ മാറ്റിയെടുക്കുവാനും സാധിക്കും. കാരണം ഭഗവാന്റെ സഹായമില്ലാതെ ഇന്ന് ഈ ജഗത്തില്, ഇന്നല്ല എന്നും ജഗത്തില് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ കഥാപാത്രങ്ങളെല്ലാം നല്ലത് തന്നെയാണ്. കഥാപാത്രങ്ങളിൽ ഓരോ ആവശ്യാർത്ഥം, അവതാര ഉദ്ദേശത്തിന്, രാമ അവതാരത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കഥയിലെ മാറ്റം സരസ്വതി ദേവി അവളെ വരുത്തിയതാണ്. അതുകൊണ്ട് തന്നെ മന്ഥര മോശക്കാരി എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല എന്ന് വേണം കരുതാൻ. നമ്മളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് തന്നെ അത് വളരെയധികം പരിഹരിക്കാനായിട്ട് നമ്മളുടെ മനസ്സാന്നിധ്യം കൊണ്ട്, നമ്മുടെ മനസ്സിലെ ദൈവചിന്തകളെ കൊണ്ട് ദൈവത്തിലേക്ക് നമ്മൾ നേരിട്ട് സദാ ഭഗവാനെ വിചാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ
സ്വാഭാവികമായിട്ടും അല്പസ്വല്പം ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായാലും തീർച്ചയായിട്ടും അടുത്ത സമയത്ത് തന്നെ വീണ്ടും നല്ലത് വരുവാൻ, രാത്രിയും പകലും പോലെ നല്ലത് വരുവാൻ എന്തായാലും സാധിക്കും. നമ്മുടെ ഭഗവത് ചിത്ത കൊണ്ട് തന്നെ അത് നടക്കും എന്നുള്ളതാണ്. ഇവിടെ ഹനുമാന്റെ വരവോട് കൂടിയിട്ടാണ് കഥയിലെ മറ്റൊരു ഭാഗത്തേക്ക് നമ്മളെ കഥയെ തിരിച്ചുവിടുന്നു. ഹനുമാൻ സംഗമവും അതിനോടനുബന്ധിച്ച് സുഗ്രീവ സഖ്യവും അതിനുശേഷം ബാലി സുഗ്രീവ യുദ്ധത്തിന്റെ കഥാ രീതികളും എല്ലാം. അപ്പോ ശ്രേഷ്ഠനായ ഹനുമാനിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളെ സേവന തൽപരത തന്നെയാണ്. മറ്റുള്ളവരെ സേവിക്കുക, വിനയപൂർവ്വം സേവിക്കുക എന്നുള്ളത്. ഉത്തരവാദിത്വത്തോട് ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിപൂർവം കൊണ്ടു നടക്കാൻ ഹനുമാൻ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം ഹനുമാന്റെ മനസ്സിൽ തീർച്ചയായിട്ടും ശ്രീരാമചന്ദ്രൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഭഗവാൻ കൂടെയുള്ളപ്പോ ഏത് കാര്യങ്ങളും ഏതിലെത്താൻ നമുക്ക് കഴിയുകയും ചെയ്യും. അതാണ് നമ്മളുടെ ഭഗവത് ചിന്ത കൊണ്ടുള്ള ഗുണവും. അപ്പോൾ ഇവിടെ സുഗ്രീവൻ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ദൂരെ നിന്ന് ഋഷ്യമൂകാചലം ലക്ഷ്യമാക്കി വരുമ്പോൾ അത് ശത്രുക്കളാണെന്ന് ധരിച്ച് ഹനുമാനെ അവരുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയും അവരുടെ പ്രച്ഛന്ന വേറെ സന്യാസി വേഷം ധരിച്ച് അവിടെ എത്തുകയും അവരുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അവര് ശത്രുക്കളല്ല എന്നുള്ള ബോധ്യം വരുത്തിയതിന് ശേഷം തിരിച്ചു കൂട്ടിക്കൊണ്ടുവരുന്നു. അപ്പോ അവിടെ ഒരു നയതന്ത്രജ്ഞത, കാരണം ഒരു അപരിചിതന്റെ നേരെ നമുക്ക് സംസാരിക്കേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ നല്ലൊരു ദൗത്യം നിർവഹിക്കാനുണ്ടെങ്കിലോ അവിടെ മധുരമായിട്ടാണ് ഹനുമാൻ അവരുമായിട്ട് സംസാരിച്ചത്. ഹനുമാന്റെ മുഖ ചേഷ്ടകളെല്ലാം തന്നെ വളരെ പക്വതയുള്ളതായിരുന്നു. അവരുടെ ശരീരഭാഷയും ഹനുമാന്റെ ശരീരഭാഷയും അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും വളരെയധികം സന്തോഷിക്കുകയും ഹനുമാന്റെ കൂടെ സുഗ്രീവന്റെ അടുത്തേക്ക് പോയി സുഗ്രീവനെ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം അവിടെ ഒരു സഖ്യം രൂപപ്പെടുകയും ചെയ്തു. ഇവിടെയും ഈ തന്ത്രജ്ഞത, ഭംഗിപൂർവം വിഷയത്തെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടാക്കലാണ്. അപ്പോ ഏത് വിഷയത്തിലും സത്യത്തിൽ നമുക്കൊക്കെ കൂടെ നിൽക്കാനായിട്ട് ഒരു ബന്ധുവാകട്ടെ മിത്രമാകട്ടെ ആരും ഒരു നല്ലൊരു ശക്തി അത് പിന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ നമ്മളുടെ അപൽഘട്ടനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് സന്ദർഭങ്ങളിലോ നമ്മൾക്ക് വഴികാട്ടിയായിട്ടോ ഒരു വ്യക്തി അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും എന്നുള്ളതിന് തർക്കമില്ല. അപ്പോൾ ഹനുമാനെ പോലെയുള്ള നല്ല സുഹൃത്തുക്കളെ നമ്മളെ സഹായിക്കാൻ എത്തുകയാണെങ്കിൽ അത് അനിയനാവട്ടെ, ചേട്ടനാവട്ടെ, അടുത്തുള്ള അയൽപ്പക്കാരൊക്കെ, സുഹൃത്തുക്കളാകട്ടെ, ആരോ ആവട്ടെ, നമ്മളിൽ ആരെങ്കിലും ഒക്കെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരുമ്പോൾ നമുക്കുള്ള ആത്മവിശ്വാസം അത് വിനയപൂർവ്വം ഒരു സേവനം ആണ്. അത് അതായത് വളരെ താല്പര്യപൂർവ്വം തന്നെയാണ്, ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് അവരൊക്കെ ഹനുമാൻ ഇടപെടുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾക്കും ഒരുപാട് സുഹൃത്തുക്കളോ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും സഹായിക്കാനായിട്ട് നല്ലൊരു വ്യക്തി ഉണ്ടാവുക എന്നുള്ളത് ആശ്വാസം തരുന്നു.
അപ്പോൾ നമ്മളും അതേപോലെ തന്നെ തിരിച്ചും സേവനം ചെയ്യുവാനായിട്ട്, മറ്റുള്ളവർക്ക് സേവനം ചെയ്യുവാനായിട്ടുള്ള മനസ്സ് ഉണ്ടാക്കുകയാണ് ഇവിടെ പറയേണ്ടത്. എല്ലാവർക്കും നന്മ ചെയ്യുവാനുള്ള ഒരു മനസ്സുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെയും മനസ്സിൽ ഭഗവാൻ കുടികൊള്ളും എന്നുള്ളത് തന്നെയാണ് കാണേണ്ടത്. ഇവിടെ എല്ലാ കാര്യങ്ങളിലും തുടർന്നങ്ങോട്ട് ഹനുമാന്റെ സേവനം വളരെ വേണ്ടുവോളം ലഭിക്കുന്നുണ്ട്. ശ്രീരാമചന്ദ്രനാകട്ടെ, ലക്ഷ്മണനാകട്ടെ, സുഗ്രീവനാകട്ടെ, ഇവരൊക്കെ എല്ലാവർക്കും ഒരു സഖ്യം രൂപപ്പെട്ടതിന് ശേഷം അവരുമായിട്ടുള്ള അവർ ഒന്നായി തന്നെയാണ് പിന്നീട് അവിടുന്ന് അങ്ങോട്ട് നീങ്ങുന്നത്. വെറും കൈയോടെ ഒരു യുദ്ധരംഗത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് വാനരസേനയെ കൂട്ടുപിടിച്ച് ഒരു യുദ്ധരംഗത്തേക്ക് കടക്കാനുള്ള, അല്ലെങ്കിൽ യുദ്ധരംഗത്തേക്ക് ഒരു യുദ്ധം തുറക്കാനുള്ള ഒരു കർമ്മ പദ്ധതിയിലേക്ക് നീങ്ങുന്നു. ഇവിടെ ഹനുമാൻ സമുദ്രലംഘനം നടത്തുന്നുണ്ട്. അവിടെയും ആ സമയത്തും പർവ്വതത്തെയും ലക്ഷ്മിയെയും എല്ലാം വളരെ തന്ത്രപൂർവ്വം കബളിപ്പിച്ചുകൊണ്ടാണ് അവിടെ അപ്പുറത്തേക്ക് എത്തുന്നത് തന്നെ. അവിടെയും സൂത്രം തന്ത്രപരമായിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. വളരെ സാമർഥ്യത്തോടുകൂടി, നല്ല ബുദ്ധിയോടുകൂടി തന്നെ ലങ്കയിലെത്തിയാലും ലങ്കയെ വളരെ വിശാലമായി വളരെ വീക്ഷിച്ചതിന് ശേഷം മാത്രമേ ലങ്കയിൽ എല്ലാ സ്ഥലത്തും എത്തി ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് മനസ്സിലാക്കി മാത്രമാണ് ഓരോ കാര്യങ്ങളും ചെയ്യാൻ തുനിയുന്നത് തന്നെ. ഇവിടെ ഒരു വാനരന്റെ ഒരു ചാബല്യം തീർച്ചയായിട്ടും ഹനുമാനിൽ നമുക്ക് ദർശിക്കാനാവില്ല. ചഞ്ചല ചിത്തത തീർച്ചയായിട്ടും പറയാൻ കഴിയില്ല. ഒരു വാനര സ്വഭാവം എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന സ്വഭാവമാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും ഹനുമാനിൽ ദർശിക്കാനാവില്ല. ആ ഹനുമാൻ വളരെയധികം സൂക്ഷ്മമായി ലക്ഷ്യബോധത്തോടു കൂടി വളരെ ശ്രദ്ധാപൂർവം മാത്രമേ ഓരോ കാര്യവും ചെയ്തിരുന്നുള്ളൂ. അതിനുശേഷം സീതാദേവിയെ കണ്ട് മുദ്രാമോതിരം കൈമാറുകയും ആ മുദ്രാമോതിരം വളരെ സുരക്ഷിതമായി അവിടെ എത്തുമെന്നുള്ള ഉറപ്പോട് കൂടിയിട്ടാണ് ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത് തന്നെ. അപ്പോൾ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ അത് നടത്താനുള്ള ഒരു ത്രാണി ഉണ്ടെന്നുള്ളൊരു ബോധ്യം ഏൽപ്പിക്കുന്ന വ്യക്തിക്കും ഉണ്ടെങ്കിൽ കാര്യം വളരെ എളുപ്പമാണ്. ഇവിടെ ആ വിശ്വാസത്തിന് ഒരു കോട്ടം വരുത്താത്ത രീതിയിലാണ് ഹനുമാൻ ഇതെല്ലാം ചെയ്യുന്നതും വരുന്നത്. ഇവിടെ സീതാദേവിയെ കാണുന്നതിന് മുമ്പ് യാതൊരു പ്രകോപനവും ഉണ്ടാക്കുന്നില്ല. അവിടെ പിന്നീട് വേറൊരു കാര്യം കൂടി ഇതിൽ പറയാനുള്ളത്, ഇവിടെ തനിക്ക് ഉപകാരം നൽകിയവരെ തിരിച്ചും അതേ തരത്തിൽ സഹായിക്കുന്നുമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ വിഭീഷണൻ ദൂതനെ കൊല്ലരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാനെ സഹായിക്കാനും എത്തുന്നുണ്ട്. അപ്പോ തിരിച്ച് വിഭീഷണനും ഇവിടേക്കുള്ള വഴിയൊരുക്കുമ്പോൾ ഹനുമാനും അതിൽ വളരെയധികം പങ്കുണ്ട് എന്നുള്ളതാണ് ഇതിൽ കാരണം. നമുക്ക് ഹനുമാനിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, അതില് പകർത്താനുണ്ട്. നമ്മളുടെ ജീവിത രീതിയിലേക്ക് ലക്ഷ്യബോധത്തെ, ഹനുമാന്റെ നയതന്ത്രജ്ഞതയെ, സേവന തൽപരതയെ എല്ലാം ഏറ്റവും വലിയ സർവീസാണ്. ഈ സർവീസ് പലതരത്തിലുള്ള സർവീസുകൾ ഇന്നും നടത്തുന്നുണ്ട്. പലതും ലാഭേച്ഛ മാത്രം കണക്കാക്കി മാത്രമാണ് ഇന്ന് നടത്തി വരുന്നത്. ആരും ഇതില് പ്രത്യേകിച്ച് ഇന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമില്ലാത്ത തരത്തിലാണ് ജീവിക്കുന്നത്. ഒരിക്കലും അത്തരത്തിൽ രീതിയിലുള്ള ഒരു സമീപനം എടുക്കാതെ മൂല്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് തമ്മിലുള്ള സഹജീവികളെ എപ്പോഴും സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാന കാര്യം. ഇവിടെ ഹനുമാൻ എല്ലാ തരത്തിലും മറ്റുള്ളവർക്ക് ഒരു സഹായം തന്നെയാണ്. എല്ലാ വിഷയത്തിലും
ഹനുമാന്റെ ഇടപെടലുകൾ ഇല്ലാതെ യുദ്ധം തന്നെ വിജയിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ വരുമ്പോൾ നമുക്കും ഹനുമാനിൽ നിന്നും ഒരു പാഠം പഠിക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ ഭക്തിയിൽ ഹനുമാനെ വെല്ലാൻ ആരുമില്ല. ഹൃദയത്തിൽ രാമനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് താത്വികമായി പറയുമ്പോൾ ഹൃദയം പൊളിച്ചു കാണിക്കുന്നുണ്ട്. ഒരു ചിത്രത്തിൽ നമുക്ക് കാണാം ഹൃദയം പൊളിച്ചു കാണിക്കുന്ന രീതിയിൽ ഹനുമാനെ അവതരിപ്പിക്കുന്നത്. അത് താത്വികമായിട്ടാണെങ്കിലും ഹൃദയം മനസ്സ് നിറയെ ആ രാമചിന്തയാണ്. ആ രാമനും സീതയും ഭഗവത് ചിന്ത തന്നെയാണ്. ഭക്തി ഉണ്ടെങ്കിൽ അവിടെ വളരെ എല്ലാ കാര്യങ്ങളും ശരി വരും എന്ന് തന്നെ പറയേണ്ടി വരും. ഭക്തി എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ വാനമ്പാടി ശ്രീമതി KS ചിത്ര പാടിയ ഒരു ഗാനം, നന്ദനം എന്ന ചിത്രത്തിലെ ഒരു ഗാനം. അതില് കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ എന്ന് തുടങ്ങുന്ന ഗാനം. ആ ഗാനത്തില് അവസാന ഭാഗത്ത് കൃഷ്ണ എന്ന് ഉച്ചസ്ഥായിയില് വളരെ ലയത്തോടുകൂടി ലയിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, കൃഷ്ണനെ വിളിക്കുന്നുണ്ട്. ഈ ഗാനത്തിന് ആലപിച്ചതിന് ശേഷം KS ചിത്രയുടെ കണ്ണുകളിൽ നിന്നും ആനന്ദാശ്രുക്കൾ ഒഴിഞ്ഞു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ ഇതേപോലെ തന്നെ പാടിയ മറ്റു കുട്ടികൾക്കും ഇതേ അനുഭവം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഹൃദയത്തിലേക്ക് നമ്മളുടെ ചിന്തകളെ ഈ ഭഗവാനിലേക്ക് ലയിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. വളരെ ലയിച്ച് ആ ചിന്തകളും ഭഗവാനും കൂടി ഒന്നിലേക്ക് എത്തുമ്പോൾ ഒരു ലയം. നമുക്കും സത്യത്തിൽ ഈ ആനന്ദ നിർവൃതി അടയാവുന്നതാണ്. ഭഗവത് ചിന്തകളെ നമുക്ക് ഭഗവാനെ പറയുമ്പോൾ ശരീരം തന്നെ ഒരു ദേവാലയം തന്നെയാണ്, ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ അതിലുള്ള പ്രതിഷ്ഠ ആത്മാവ് എന്ന സങ്കല്പത്തിലാണ് വരുന്നത്. അതിൽ കുടികൊള്ളുന്നത് ദേവചൈതന്യം. അപ്പോൾ നമ്മളിലെല്ലാവരിലും ഈ ദൈവ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ജനിച്ചു വന്നിട്ടുള്ള എല്ലാവരിലും ഈ ദൈവാംശം ഉള്ളത് കൊണ്ട് തന്നെ ആ ദൈവത്തെ പരിപോഷിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രധാന കാര്യം. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളായ രാക്ഷസന്മാര് മനസ്സിനെ അലട്ടും. മനസ്സെന്നാൽ സീത എന്ന അർത്ഥം വരുമ്പോൾ മനസ്സിനെ പിടിച്ചു കെട്ടാനായിട്ട് ദൈവസങ്കല്പത്തിലേക്ക് അടുപ്പിക്കുമ്പോൾ ആ മനസ്സിനെ, അതായത് സീതയെ രാക്ഷസന്മാരിൽ നിന്നും രക്ഷിക്കുന്നത് പോലെ മനസ്സിലേക്ക് ഭഗവത് ചിന്തകൾ അടുപ്പിച്ച് നമുക്ക് ആ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രശ്നങ്ങളിൽ മനഃശാന്തിയും എല്ലാ കാര്യങ്ങളും ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭഗവത് ചിന്തകൾ തന്നെയാണ് അതിന് വളരെ ശക്തിമത്തായ ഒരു ഘടകമായി നിലകൊള്ളുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾക്ക് എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. ഇവിടെ മന്ദരയ്ക്കായാലും ബാലി വധത്തിൽ പിന്നത്തെ ജന്മത്തില് ഇവർക്കെല്ലാം നല്ലൊരു സ്ഥാനം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാലി അടുത്ത ജന്മത്തില് വേടനായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനെ ആ വേടന്റെ അമ്പ് കൊണ്ടാണ് സ്വർഗാരോഹണം വരുന്നത് തന്നെ. അപ്പോൾ ഇവിടെ ഒന്നിനൊന്ന് ദൈവം സങ്കല്പത്തിൽ എല്ലാവർക്കും ഓരോ വിധി നിർണയങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കാം. ആ വിധി നിർണയങ്ങൾ ഏറ്റക്കുറച്ചിലുകളും ഉണ്ടായിരിക്കാം. പക്ഷെ ഒരുപാട് രീതിയിൽ നമ്മളുടെ മനസ്സ് ഭഗവാനിൽ ലയിപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെയും നമ്മൾ വളരെ ആത്മാർത്ഥമായി ആ ഒരേ മനസ്സിൽ ഇത് നിത്യവും നാമജപത്തോടു കൂടി ഭഗവാനെ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന ഓരോ പ്രവർത്തികളും വളരെ നന്നാവും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇവിടെ നമ്മൾക്ക് ഈ
ഈ ചിന്തകളെ മാറ്റി നിർത്തുക എളുപ്പമല്ല. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ദിനം പ്രതി വരുന്നുണ്ട്. ഇവിടെ സീതയെ അവതാരം മൂർത്തിയായ സീതയ്ക്ക് പോലും ഒരു നിമിഷ നേരത്തെ ചിന്തകളിൽ കൂടെയാണ് കഥയുടെ ഗതി മാറുന്നത് തന്നെ. രാവണൻ മായാ പൊന്മാനെ കാണുമ്പോൾ അതില് ആകൃഷ്ടയായി രാവണൻ കട്ടുകൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നപ്പോൾ സ്വാഭാവികമായിട്ടും അതുവരെ ഉണ്ടായിരുന്ന ചിന്തയിൽ നിന്ന് ഒരു വ്യതിചലനമാണ് വന്നത്. അപ്പോൾ നമ്മളും മനുഷ്യരായ സ്ഥിതിക്ക് ഒരുപാട് വ്യത്യസ്തമായ ചിന്തകൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഈ ചിന്തകളെ നമ്മൾ മാറ്റി നിർത്തി നമ്മളുടെ സന്തോഷത്തോടു കൂടി നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും നേരിടാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായി മനസ്സിൽ ദൈവസങ്കല്പം പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തെ വിചാരിച്ച് നമുക്ക് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും തരണം ചെയ്യാനുള്ള വഴികളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി ഒരേ ലയത്തില് കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ച് കരയുന്നത് പോലെ ആ പരമാനന്ദം ലഭിക്കുന്നതിന് വേണ്ടി ഒരേ ലയത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരാനുള്ള ശക്തി ആർജിക്കൽ തന്നെയാണ് പ്രധാന കാര്യം. അതിനെ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലഘു പ്രഭാഷണം ഞാനിവിടെ നിർത്തുകയാണ്. അത് എല്ലാവർക്കും നമസ്കാരം.